നമ്മളിനി പോകുന്നത് കണ്ണൂർ കോർപ്പറേഷനിലേക്കാണ്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൗൺസിൽ ഹാളിലാണ്, അടച്ചിട്ട മുറിയിലാണ് ഇപ്പോൾ കോർപ്പറേഷന്റെ മേയറിനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതായാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടച്ചിട്ട മുറിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം ആ മേയറെ പ്രഖ്യാപിക്കും. നിലവിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി P ഇന്ദിരയും LDFന്റെ സ്ഥാനാർത്ഥിയായി VK പ്രകാശിനിയും NDAയുടെ സ്ഥാനാർത്ഥിയായി അർച്ചന വണ്ടിച്ചാലുമാണ് മത്സരിക്കുന്നത്. കക്ഷിനില നോക്കിക്കഴിഞ്ഞാൽ UDFന് 36 സീറ്റും LDFന് 15 അംഗങ്ങളും NDAക്ക് 4-ഉം SDPക്ക് 1 അംഗമാണ് ഉള്ളത്. UDFന് താരതമ്യേന വലിയ വെല്ലുവിളിയും എതിർശബ്ദവും ഇല്ലാതെ ഈ മേയറിനെ കണ്ടെത്താൻ കഴിഞ്ഞ ഒരു കോർപ്പറേഷൻ കൂടിയാണ് കണ്ണൂർ കോർപ്പറേഷൻ. കേരളത്തിൽ ആദ്യമായി ഒരു മേയറിനെ പ്രഖ്യാപിക്കുന്നതും കണ്ണൂരിലാണ്. P ഇന്ദിരയാണ്. 3ാം തവണ കൗൺസിലറാകുന്ന P ഇന്ദിരയാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. എന്തായാലും എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. മറ്റ് വെല്ലുവിളികളോ അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളോ ഒന്നും തന്നെ മേയർ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഇവിടെയില്ല. മറ്റു നഗരസഭകൾ നോക്കിക്കഴിഞ്ഞാൽ 8 നഗരസഭകളിൽ 5 UDFും 5 LDFും 3 UDFിനും ഉള്ളത്. അവിടെയും മറ്റു തർക്കങ്ങളൊന്നുമില്ലാതെ എതിരില്ലാതെ തന്നെ മേയർ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കും എന്നാണ് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതാണ് കണ്ണൂർ കോർപ്പറേഷൻ P ഇന്ദിര മേയറായി തെരഞ്ഞെടുക്കപ്പെടും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും കരുതുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് അജീഷ് ജയകുമാർ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.